വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് അതായത് ഒരു ക്രിയേറ്റർ ആയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹം കൂടിയാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മളെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമ കാണാൻ ഒരു എക്സൈറ്റഡ് ആണ്, ടെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം അഖിലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ വൈഫുമാരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ചോദിക്കാം, ഭാര്യമാടത്തിന് നമുക്ക് ചോദിക്കാം. ടെൻഷൻ ഉണ്ടോന്നൊക്കെ അല്ലേ? ഓക്കെ, അതിന് ടെൻഷൻ ഉണ്ടോടാ? എനിക്ക് ടെൻഷൻ ഇല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനെ ടെൻഷനാ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം ആൾക്കാർ കേൾക്കാനുള്ള അതും ഒരിതുണ്ട്. ഓക്കെ, അപ്പൊ തൂലും വന്നിരിക്കുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. തൂലും അവിടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞ് വന്നൊക്കെയാണ്. ഹായ് കൂറ്റേ, കൂട്ടായിട്ടുണ്ടല്ലോ. പുറത്തോട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രകൃതി ഭംഗി കണ്ട്. അതെ, ഫുള്ള് ഇലയും വയലും. ഹായ് ടാറ്റാ. ഓ, അതാരാ അത്? ഹലോ, ഹായ് ഹായ്. എക്സൈറ്റഡ് ആണോ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഇന്ന് ആഫ്റ്റർ എല്ലാ ലോങ് ടൈമിന് ശേഷമാണ് രണ്ട് മേഘന്മാരും ഒരുമിച്ച്. ടെൻഷൻ ഉണ്ടോ മേഘയ്ക്ക്? കുഴപ്പമില്ല, പോവാം, തിയേറ്ററിൽ പോവാം. ടെൻഷൻ ഉണ്ടോ? നിനക്ക് എന്ത് ടെൻഷൻ അല്ലേ? ഇല്ല, എന്റെ ടെൻഷൻ തൂല് തിയേറ്ററിൽ ഇരിക്കോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. ഫുൾ ടൈം ഇരുത്തേക്കും തിയേറ്ററിലോട്ട് പോവാം. എടുത്തിട്ട് ഗൈസ്, അങ്ങനെ നമ്മുടെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഒരുപാട് സന്തോഷം. കാരണം ഞാനെന്തോ ഭയങ്കരമായിട്ട് ഇമോഷണൽ, എനിക്ക് കരച്ചിലൊക്കെ വന്നു. കാരണം ഇത് എന്തോ എൻ്റെ ഒരു ഈ പറഞ്ഞില്ലേ, വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സിനിമയുടെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് സാധനവും ഇതെല്ലാം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ, എനിക്ക് വിഷമം വന്നു, സന്തോഷം, ആനന്ദക്കണ്ണീർ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ? അതെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പറഞ്ഞ ചെറിയ ബഡ്ജറ്റ്, ചെറിയ ക്രൂ, ചെറിയ കാസ്റ്റ്, അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം നല്ലപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാരണം തുടക്കത്തിൽ ഞാനൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിലാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അഭിനയിച്ച പടമാണ്. അപ്പം അതൊക്കെ മനസ്സിലിരുത്തിയെന്ന് പടം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും, നിങ്ങൾ ചെറിയ രോമാഞ്ചം. അതെ, അങ്ങനെ നിങ്ങൾ എന്തായാലും ഇറങ്ങത്തുള്ളൂ. അപ്പോൾ എന്തായാലും വരൂ മൈ വൈഫ്. രണ്ട് മേഘന്മാരോടെ വരും. കുഞ്ഞയും മാമും വന്നേ, ചോദിക്കട്ടെ. മേഘ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചേട്ടൻ്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു? എന്തെങ്കിലുമൊക്കെ പറയേ. മേഘ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോടൊന്നും അല്ല പോയത്, പക്ഷെ അടിപൊളി പടം. എനിക്ക് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. കണ്ടപ്പോൾ നമ്മുടെ ഒരു ഭയങ്കര മനസ്സ് നിറഞ്ഞ്, സത്യം പറഞ്ഞ എന്നുവെച്ചാൽ ഹൊററുണ്ട്, പക്ഷെ ഇമോഷണൽ ഒരിതുണ്ട്, എല്ലാം അടിപൊളി. അപ്പം തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി പടം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു. ഞാൻ ഇവക്ക് സാധാരണ അങ്ങനെ വലിയ ഫിലിംസ് വലിയായിട്ട് ഇഷ്ടപ്പെടൂല, ഇച്ചിരി പാടാണ് ഇവക്ക് ഇഷ്ടപ്പെടാൻ, പക്ഷെ ഇവക്കും ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ ഈ പ്രതീക്ഷ ഒന്നുമില്ല, പക്ഷെ ഇവര് ഈ ടെൻഷൻ അടിക്കുന്നുണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ നേരത്തെ ഇതില് അപ്പൊ എനിക്ക് ഇവളെങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമെന്നുള്ള ഒരു ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിലോട്ട് എത്തുമ്പോ ഇവര് ടെൻഷൻ കാണുമ്പോ എനിക്ക് ഈശ്വരോ ഇനി എങ്ങനെ കൊള്ളായിരിക്കും, ഞാൻ കൊള്ളായിരിക്കും. ആ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ തന്നെ നമുക്ക് കൊള്ളാലോ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുള്ള് മര്യാദക്ക് ഇങ്ങനെ കാണാൻ പറ്റിയില്ല,
തോലുള്ളതുകൊണ്ട് അതെ. പക്ഷെ എന്നാലും തൂല് മര്യാദക്ക് ഇരുന്നു. എനിക്ക് ലാസ്റ്റ് കാരണം മര്യാദക്കിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ഇത്. ഞാന് ഇപ്പൊ നിങ്ങൾ ടെൻഷനൊക്കെ കാണുമ്പോ ഈശ്വരാ ഇവര് എടുത്തു വെച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ തിയേറ്ററിൽ വരുമ്പോ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പടി മുകളിലായി. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പടം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമന്റ് ആയിട്ടോ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ പടം കണ്ട് തൂലും എന്നെ ഇമോഷൻ ആയിട്ട് ഇന്ന് കരയാണ്. ഇമോഷൻ ആയതാണ് മക്കളെ പോട്ടത്. അപ്പൊ എല്ലാരും പടം പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഒരു അവസരം. യെസ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഇഷ്ടപ്പെടും. അത് യെസ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.